സംഗീതത്തിൽ അത്ര വലിയ കേമനാണെങ്കിൽ നമുക്കൊന്ന് മത്സരിക്കാം. ഞാൻ തോറ്റ തെറ്റെന്റേത്. ഞാൻ നിങ്ങളോട് മാപ്പ് പറയും. ഞാൻ ജയിച്ച തെറ്റ് നിങ്ങളുടേത്. നിങ്ങൾ എന്നോട് മാപ്പ് പറയണം. മത്സരത്തിനൊന്നും ഞാനില്ല. എന്താ പേടിച്ചിട്ടാണോ? ഞാൻ പോയില്ലേ? എന്താടോ മത്സരിച്ചൂടെ? ആര് ജയിച്ചാലും തോറ്റാലും സംഗീതല്ലേ, കേക്കാലോ. നോക്കാം. എങ്കിലും ഒരുക്കങ്ങളായിക്കോട്ടെ. തമ്പുരാട്ടിയുടെ മുമ്പില് ഞാൻ തോറ്റിരിക്കണം. മാപ്പ. എന്റെ മോക്ക് മുത്തച്ഛന്റെ സമ്മാനം. വിനാശകാലേ വിപരീത ബുദ്ധി. ആ കുട്ടിയോട് മത്സരിക്കണ്ടെന്ന് പച്ച മലയാളത്തിൽ ഞാൻ പറഞ്ഞതല്ലേ? ഇപ്പൊ നാണം കിട്ടില്ലേ? വാചകടിയൊക്കെ കേട്ടപ്പോ നോന്നിരിച്ചു. ഇയാള് സംഗീതം അങ്ങോട്ട് അരച്ച് കളിക്കി കുടിച്ചിരിക്കണം. ആര്? അയാളെ വിളിച്ചത്. അപ്പൊ അയാളെ വിളിക്കൂ. ഇയാള് ചെയ്യണ ഒരു കർമ്മവും വിജയിക്കില്ല. ഇതോടെ ബോധ്യായില്ലോ. നോമൊക്കെയാണ് ഇപ്പൊ തന്നെ കെട്ടുംപാടോ മുറുക്കി സ്ഥലം വിട്ടേനെ. അറിയോ എനിക്ക്? ഞാൻ തോറ്റതല്ല, പിന്നെ തോറ്റു കൊടുത്തതാ. തുടർന്ന് പാടാൻ എനിക്ക് അറിയാമല്ലഞ്ഞിട്ടല്ല. പിന്നെന്തേ പാടാഞ്ഞത്? പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചു. അതാ പറഞ്ഞത് പാടാൻ അറിയില്ലാന്ന്. ഇയാൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? വീണെടുത്ത് കിടന്ന് ഉരുളരുത്. ഗോപിക തമ്പുരാട്ടിയുടെ സംഗീത ജ്ഞാനത്തിന് മുമ്പിൽ ഇയാൾ വെറും തൃണം. ഞാഞ്ഞൂൽ. ആര്? അയാളെ വിളിച്ചത്. അപ്പൊ അയാളെ വിളിക്കൂ. ഞാഞ്ഞൂൽ. ആ കുട്ടി പാടി നിർത്തിയെടുത്തുനിന്ന് ഞാൻ തുടങ്ങാം. ഉണ്ണികൃഷ്ണ, ഞാൻ എന്താടോ ഇപ്പൊ കേട്ടത്? ക്ഷമിക്കണം, ഞാൻ അറിയാതെ. അറിയാതെയോ? അസലായിരിക്കണോ തന്റെ പാട്ട്? ഇത്രയൊക്കെ കയ്യിലുണ്ടായിട്ടും എന്തേ നേരത്തെ പാടിയില്ല? അത് പിന്നെ പറയടോ. ആ കുട്ടി തോറ്റാല് ഈ കൊട്ടാരം തോറ്റ പോലെയല്ലേ? ഗോപികയുടെ സന്തോഷമല്ലേ എല്ലാവർക്കും വേണ്ടത്? ആ കുട്ടിക്ക് നന്മയുണ്ടാവാനല്ലേ ഈ പൂജയും യാഗമൊക്കെ ചെയ്യാൻ എന്നെ കൊണ്ടുവന്ന്. ഞാനായിട്ട് ആ കുട്ടിയെ വിഷമിപ്പിക്കാൻ പാടില്ല. വലിയവനാടോ താൻ, ഈശ്വരാനുഗ്രഹമുള്ളവൻ. നന്നായി വരട്ടെ. അഹങ്കാരം കാണിച്ചതിന് ശമിക്കൊന്നും ഭയം ഉണ്ടായിരുന്നു. എനിക്ക് സന്തോഷായി മുത്തശ്ശൻ. താൻ എന്താ വിളിച്ചേ? മുത്തശ്ശാന്നോ? മുത്തച്ഛൻ അത്ര. മുത്തച്ഛൻ ആരുടെ മുത്തച്ഛൻ? തമ്പുരാന്റെ കോപം അറിയോ തനിക്ക്? നാവടക്കുക. അടക്കി. അറിയാതെയാണെങ്കിലും ആദ്യമായിട്ട് എന്നെ നാവെടുത്ത് വിളിച്ചത് മുത്തശ്ശാന്നല്ലേ? ഇനി അങ്ങനെ തന്നെ വിളിച്ചാ മതി. ഞാൻ കണ്ടിട്ടില്ലെങ്കിലും തന്റെ പ്രായമുള്ള ഒരു കൊച്ചുമോൻ എനിക്കുണ്ട്. പേര് പോലും അറിയില്ല, ആരോടും ചോദിച്ചിട്ടുമില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു മകളെ കുറിച്ച്? അവളുടെ മകൻ. അവരെയൊക്കെ കാണണമെന്ന് തോന്നിയിട്ടില്ലേ മുത്തശ്ശന്? മോഹം ഇല്ലാണ്ടിരിക്കുവോ? ഒരു വശത്ത് സ്നേഹം തോന്നുമ്പോ മറുഭാഗം ചിന്തിക്കും. മനസാക്ഷിയില്ലാതെ വരുത്തി വെച്ച അപമാനം അന്നേരം എല്ലാം മറക്കും. ജാതിയുടെ മതിൽക്കെട്ടുകൾ പൊളിഞ്ഞു വീണ കാലം വരും. അന്നൊന്നിക്കും എല്ലാരും. പക്ഷെ അന്ന് ജീവിച്ചിരിക്കുവോ? നിൽക്കൂ. ശാസിക്കാനോ ശിക്ഷിക്കാനോ ആരും ഇതുവരെ തയ്യാറായിട്ടില്ല. എതിർത്ത് തോൽപ്പിക്കാനും ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആത്മവിശ്വാസം അഹങ്കാരം കൂടിപ്പോയി. മാപ്പോ? തമ്പുരാട്ടി കുട്ടി എന്തായി പറയണേ? മുത്തശ്ശനും അച്ഛൻ തമ്പുരാനെ കേട്ടാ എന്റെ സ്ഥാനം പടിക്ക് പുറത്താ. ഇല്ല, അർഹതയുള്ളവരെ ഈ ഉദയപുരം കൊട്ടാരം എന്ന് സ്വീകരിച്ചിട്ടേ ഉള്ളൂ. എന്റെ വിജയത്തിന് മുത്തശ്ശൻ എനിക്ക് തന്ന സമ്മാനം. ഇതിനുള്ള അവകാശം അങ്ങേക്ക് തന്നെയാ. ഇത് വാങ്ങണം. അയ്യോ, ഞാൻ വാങ്ങുന്നില്ല. എന്തോ ചെറിയ തമാശ കാണിച്ച് ഒപ്പിച്ചതിന് ഇത്രയും വലിയ സമ്മാനോ? സമ്മാനായിട്ട് വേണ്ടെങ്കിൽ എന്റെ ദക്ഷിണയായിട്ട് കരുതണം. സുലൈമാനെ, ആ കയ്യിൽ കാണിച്ച്. എന്റെയിലൊന്നുമില്ല. ഇത് ഇളയ തമ്പുരാട്ടി മുട്ടുകുത്തിച്ചതിന്. ഇനി കയ്യാൻ എടുത്തോട്ടെ. ശാപം.